ഇതൊരു ഈസി പെപ്പർ ചിക്കൻ റെസിപ്പിയാണ്. ആദ്യം നമ്മളൊരു പാത്രം വെച്ചിട്ട് അതിൽ ചെറിയ ജീരകവും പെരിഞ്ജീരകവും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അത് ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി പെരിഞ്ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുക. അതിന് ശേഷം ഒരു വലിയ ഉള്ളി, 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും കുറച്ചൊരു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. ഉപ്പ് നമുക്ക് മാത്രമേ അറിയുള്ളൂ എത്ര വേണമെന്ന്. ഞാൻ ഇതിൽ 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അതിട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവിനനുസരിച്ച് പാകത്തിൽ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ജീരകവും കുരുമുളകും എല്ലാം നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ഫൈൻ പൗഡറായിട്ടൊന്ന് അടിച്ചെടുക്കണേ. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി ഇത് പേസ്റ്റാക്കി വെച്ചത് കുറച്ച് ഇട്ട് കൊടുക്കുക. 2 വെളുത്തുള്ളി, 2-3 ഒരു വലുതാണെങ്കിൽ 2-3 വെളുത്തുള്ളി, 2 പീസ് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. ഇവിടെ തക്കാളി നമുക്ക് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ ഒരു 1/2 തക്കാളി, വലിയൊരു തക്കാളിയുടെ ഒരു 1/2 ഭാഗം ഞാനിതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ മുന്നേ കുരുമുളക് ഇട്ടതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു പച്ചമണം പോകുന്നവരെ പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കും. ഓൾറെഡി വറുത്തിട്ടാണല്ലോ, പൊടിച്ചിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മാരിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ഇടാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഞാൻ മിക്സി കഴുകിയ വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ട് അടച്ച് വെക്കുമ്പോൾ ചിക്കൻ തന്നെ ഇങ്ങനെ വെള്ളം വന്നോളും. നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ടും കൂടി വേവിക്കണം. അപ്പോൾ ആ പച്ചമണം കുറച്ചും കൂടി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അടച്ച് വെച്ച് ചിക്കൻ വെന്തതിന് ശേഷം കുറച്ച് നേരം തുറന്നിട്ടും അതിനുശേഷം നമ്മൾ കുറച്ച് കൊത്തമല്ലിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കും കേട്ടോ, ആ മണം ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്.